കേരള പോലീസിനെതിരെ വിമർശനമുന്നയിച്ച് അൻസിബ രംഗത്ത്. ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെ ആരോപണങ്ങൾ ആവർത്തിച്ച് വീണ്ടും അൻസിബ. ക്രിമിനൽ സ്വഭാവമുള്ളവരെ വഴിവിട്ട് പിന്തുണയ്ക്കുകയാണ് പോലീസ് ചെയ്യുന്നതെന്നും വിമർശനം. മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ടാഗ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പരാമർശം. താരസംഘടനാ നേതൃത്വത്തിൽ നിന്ന് തനിക്ക് അനുഭവിക്കേണ്ടി വന്ന വിഷമതകൾ അധികൃതരെ അറിയിച്ചിട്ടും പോലീസിന്റെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്ന് തനിക്ക് നീതി കിട്ടിയിട്ടില്ലെന്ന് തുറന്നടിച്ച് നടി അൻസിബ ഹസൻ രംഗത്ത്. തന്റെ സ്ത്രീത്വത്തെ വരെ അപമാനിച്ച ശ്വേതാ മേനോനെതിരെയും ലക്ഷ്മിപ്രിയയ്ക്കെതിരെയുമെല്ലാം പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയെങ്കിലും പരാതിക്കാരിക്ക് ലഭിക്കേണ്ടുന്ന ഒരു നീതിയും തനിക്ക് ലഭിച്ചില്ലെന്നും കേവലം മാനനഷ്ട കേസെന്ന നിലയിൽ മാത്രമാണ് പോലീസ് റിപ്പോർട്ട് നൽകിയതെന്നും അൻസിബ സോഷ്യൽ മീഡിയയിലൂടെ തുറന്നടിച്ചു. ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തിയ താരസംഘടനയിലെ പ്രമുഖരെ പോലീസ് ഉദ്യോഗസ്ഥർ സംരക്ഷിക്കുകയാണെന്നും അൻസിബ കൂട്ടിച്ചേർത്തു. ഒരു സ്ത്രീയെ അപമാനിക്കാവുന്നതിന്റെ പരമാവധിയിലെത്തിച്ച് അസത്യ പ്രചാരണം നടത്തിയവർക്കെതിരെയാണ് താൻ പരാതി നൽകിയതെന്നും എന്നാൽ അൻസിബ നൽകുന്ന പരാതികൾ അന്വേഷിക്കലല്ല കേരള പോലീസിന്റെ ജോലിയെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞതായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് താരം വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും സംസ്ഥാന പോലീസ് മേധാവിയെയും ടാഗ് ചെയ്താണ് അൻസിബ സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചത്. ആ പരാമർശങ്ങൾ ഈ വിധത്തിലാണ്: സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനെ ഏത് തുലാസിലാണ് നിങ്ങൾ അളക്കുന്നതെന്ന് വ്യക്തമാക്കണം. എങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ നേരിടേണ്ടി വരുന്ന അപമാനങ്ങൾ ക്ഷമിച്ചു കളയാൻ ഞാൻ തയ്യാറാണ്. എന്നെ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തുകയും ഒരു സ്ത്രീയെ അപമാനിക്കാവുന്നതിന്റെ പരമാവധിയിലെത്തിച്ച് അസത്യ പ്രചാരണം നടത്തുകയും ചെയ്ത പ്രതികൾക്കെതിരെ ഞാൻ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ വിഷയം കേവലം ഒരു മാനനഷ്ട കേസ് മാത്രമാണ് എന്നാണ് പാലാരിവട്ടം പോലീസ് ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതിനൊപ്പം അൻസിബ നൽകുന്ന പരാതികൾ അന്വേഷിക്കലല്ല കേരള പോലീസിന്റെ ജോലിയെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞതായും അറിയാൻ കഴിഞ്ഞു. പ്രതികളുടെ നിലവിലെ പ്രവൃത്തി എന്റെ സ്ത്രീത്വത്തെയും വ്യക്തിത്വത്തെയും അങ്ങേയറ്റം അപമാനിക്കുന്നതാണെന്ന് ബോധ്യമുള്ളതിനാലാണ് ഞാൻ നിയമപരമായി പരാതി നൽകിയത്. ഇനി അധികാരികൾ കാണുന്ന സ്ത്രീകൾക്ക് ഇത് അപമാനമായി തോന്നുന്നില്ലെങ്കിൽ ഞാൻ നൽകിയ പരാതിയുടെ പേരിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ഈ വിഷയത്തിൽ നീതി തേടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. കാരണം നിങ്ങൾ തകർക്കാൻ ശ്രമിച്ചത് എന്റെ അന്തസ്സിനെയാണ്, എന്റെ സ്ത്രീത്വത്തെയാണ്. അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ. നിങ്ങൾക്കത് മനസ്സിലാകില്ല. കാരണം ആ വേട്ടക്കാർ നിങ്ങളിലേക്ക് എത്തുന്നതുവരെ നിങ്ങൾ സുരക്ഷിതരാണല്ലോ. ഒന്നോർക്കുക, ഹിൽ പാലസ് കേസിലും കടവന്ത്ര കേസിലും നിങ്ങൾ ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ഒടുവിൽ നിങ്ങൾക്ക് ജനമധ്യത്തിൽ നാണം കെട്ട് നീതി നടപ്പിലാക്കേണ്ടി വന്നു. ഈ കേസിലും അതിൽ നിന്നും വ്യത്യസ്തമായി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ വിഷയത്തിൽ ഭരണകൂടത്തിന്റെ സകല ശക്തിയും നിങ്ങൾ പാലാരിവട്ടം കേസിനായി ഉപയോഗിച്ചാലും അതിനെയെല്ലാം അതിജീവിച്ച് എന്റെ സ്ത്രീത്വവും നീതിയും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യും, തീർച്ച. അൻസിബയുടെ വാക്കുകൾ. താരസംഘടനയിലെ പ്രശ്നങ്ങൾ ഒത്തുതീർക്കാനുള്ള നീക്കങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഉയരവേ അതിനൊന്നും വഴങ്ങാതെ തന്റെ നിലപാടുകൾ ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന അൻസിബയ്ക്ക് വിവിധ കോണുകളിൽ നിന്നും പിന്തുണകൾ ഏറി വരികയാണ്.